കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ എന്തായാലും 2026ലേക്ക് എത്തിച്ചേരും. ന്യൂ ഇയർ അടുക്കാറായി. അപ്പോൾ ന്യൂ ഇയർ എന്ന് പറഞ്ഞ പേരിൽ തന്നെ മലയാളത്തിൽ 1989 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ക്ലാസിക് ചിത്രമുണ്ട്. അതിന്റെ പേരാണ് ന്യൂ ഇയർ. അപ്പം ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിജി തമ്പിയാണ്. അപ്പം വിജി തമ്പിയെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ 2000-ന് മുമ്പേ അദ്ദേഹത്തിന് ഒരുപിടി നല്ല ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ആ കൂട്ടത്തിൽ ചെയ്തെടുത്തൊരു ചിത്രമാണ് ന്യൂ ഇയർ. ഇത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ന്യൂ ഇയർ ഇവന്റിലാണ് ഇത് റിലീസ് ചെയ്തത് എന്നാണ് ഓർമ്മ. അപ്പൊ എന്തായാലും ഈ സിനിമയിൽ അദ്ദേഹം സംവിധാനം ചെയ്തതിനെ കുറിച്ചിട്ട് അഭിനന്ദിക്കാതെ വരിക. കാരണം ഇത് ശരിക്കും ഇതൊരു പ്യുവർ മലയാളം എന്നുള്ള രീതിയിലുള്ള ഒരു വർക്കല്ല. കഥാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു വിഖ്യാതമായിട്ടുള്ള ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ സിനിമയുടെ ഡയൽ എം ഫോർട്ട് മർഡർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു അഡാപ്റ്റേഷനാണ്. അത് മലയാളത്തിലേക്ക് പറിച്ചു നട്ടത് വളരെ മികച്ചതും അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു ക്രൈം ത്രില്ലർ എന്നുള്ള രീതിയിലാണ്. അത് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയത്തെ മേക്കിംഗ് ക്വാളിറ്റി. ഇപ്പൊ ഈ സിനിമയുടെ ഈ മേക്കിംഗ് ക്വാളിറ്റി ഇന്നത്തെ മലയാള സിനിമയിലെ പല ത്രില്ലറുകളോടും കിടപിടിക്കുന്ന രീതിയിലാണ് അത് അദ്ദേഹം ആ ഒരു കാലത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അത് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതമാണ്. ഡയൽ എം ഫോർട്ട് മർഡർ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ആശയം എന്ന് പറയുന്നത് ഒരു കൊലപാതക പദ്ധതി പാളിപ്പോവുകയും അതിന്റെ പിന്നിലുള്ള ആ ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതേ ആശയത്തെ മലയാളത്തിലേക്ക് പറിച്ചു നടുമ്പോൾ ശരിക്കും പ്രേക്ഷകർക്ക് അത്രയും ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ഒരു തിരക്കഥയാണ് കലൂർ ഡെന്നീസ് ഇതിന് സമ്മാനിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡയറക്ഷൻ. അപ്പം ക്ലൈമാക്സിനോടനുബന്ധിച്ച് നമ്മുടെ ടെൻഷൻ ഇങ്ങനെ ഉയരും. ശരിക്കും ഡയൽ എം ഫോർട്ട് മർഡർ കണ്ടിട്ടുള്ള ആൾക്കാരല്ലെങ്കിൽ അത് ആ ഒരു കാലഘട്ടത്തിൽ ഇതൊരു വലിയൊരു സംഭവമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഇതിന്റെ അണിയറ പ്രവർത്തകരെയാണ്. ആദ്യം നമുക്ക് കാസ്റ്റിംഗിൽ തന്നെ തുടങ്ങാം. ഇതിൽ നായകനായിട്ട് എത്തിയിട്ടുള്ളത് ജയറാമാണ്. പക്ഷേ ആ നായക കഥാപാത്രത്തെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു വില്ലൻ കഥാപാത്രം ചെയ്തെടുത്തിട്ട് സുരേഷ് ഗോപിയാണ് ഈ സിനിമയിലെ ഭയങ്കര ആകർഷണം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ പോലീസ് ഓഫീസറായിട്ട് വന്നിട്ടുള്ള സുകുമാരൻ. ഇതിന്റെ ഒരു ത്രില്ലർ മോഡിന്റെ ടോപ്പ് നോച്ചിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു കഥാപാത്രമായിരുന്നു സുകുമാരൻ കൈകാര്യം ചെയ്തിട്ടുള്ള ആ ഒരു പോലീസ് വേഷം. അതേപോലെ തന്നെ ഇതിന്റെ ക്യാമറ വർക്കിന് പിന്നിൽ നമ്മളെ പ്രശസ്തനായിട്ടുള്ള സന്തോഷ് ശിവനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാമറ ആംഗിളിനെയും മറ്റു കാര്യങ്ങളെയും കുറിച്ചിട്ട് നമുക്ക് എന്താ പറയുക ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പം ഈ ഒരു സിനിമ ഇത്രയും മികവുറ്റതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കഥ കലൂർ ഡെന്നീസിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ത്രില്ലർ ക്ലാസിക് ചിത്രം തന്നെയാണ് ന്യൂ ഇയർ. എന്തായാലും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട മലയാളത്തിൽപ്പെട്ട ഒരു സിനിമയാണ് ന്യൂ ഇയർ. ഒരു പോരായ്മയായിട്ട് പറയാനുള്ളത് ഡബിങ്ങിൽ സിദ്ദിഖിന്റെ ഒക്കെ ഒരു ഭാഗം വന്നതാണ്. അത് എന്തുകൊണ്ടാണ് ആ ഒരു കാലത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ കരിയറിന്റെ തുടക്കത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു ജയറാമും അതേപോലെ തന്നെ സുരേഷ് ഗോപിയും. പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ഒരു വില്ലൻ വേഷത്തിലെ പുതിയൊരു സ്വാഗ് അദ്ദേഹം ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സൈക്കോളജിക്കൽ വില്ലനാണ് ഈ സിനിമയിൽ സുരേഷ് ഗോപി. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സ്വാഗ് കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനത്തിന്റെ ഒരു മികവാണ്, പ്രത്യേകിച്ച് വില്ലൻ വേഷങ്ങളിൽ. പിന്നെ ഈ സിനിമയെ കുറിച്ചിട്ട് ഒന്നുകൂടി പറയാനുള്ളത് ശരിക്കും ഇത് വിജി തമ്പി ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തു വെച്ചു എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അതിന്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയാണ്, അതാണ് അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നതും. എന്തായാലും ഈ സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവെക്കും. ഇത്തരത്തിലുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് നിർണായകമാണ്. അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.